അധികാരിയായി സുന്നിയാണെന്ന് ഉറപ്പാണ് മൗലിദ് നോക്കുന്നവരാണല്ലോ. അത് ശുദ്ധ കുഫ്റാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാരെ ചീത്ത പറയേണ്ടതില്ല, വല്യമോന്റെ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദപ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മളെ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികളെ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ള പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു, വാദപ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ വെടിയാണ്, ഞങ്ങൾ വെടിയാണ്. പിന്നെ അതിലുള്ള പല മൗലിദുണ്ട്, അതിലാർക്കെയാണ് കടത്തിക്കൂട്ടിയുള്ളത് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യം ചെന്നപ്പോ മൂപ്പർ പറയണം, അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്കിലും പണി, ഇത്രയും കാലം ഈ മൗലിദിന് വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂലെന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അത് ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ CD പൂർണ്ണമായി നിങ്ങളൊന്ന് കാണണമെന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യങ്ങൾ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ പള്ളികളിലേക്കും ഖുർആനും ഹദീസും പഠിക്കുന്നതിലേക്കും വരുന്നു എന്ന് കാണുമ്പോൾ ഇവർ ചെയ്യാറുള്ളത് മരണപ്പെട്ടു പോയ ശിഹാബ് തങ്ങളെ ഒരു ആയുധമാക്കി ഉപയോഗിക്കും. ശിഹാബ് തങ്ങളെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നും ഒരു അഭിപ്രായമാണുള്ളത്. അദ്ദേഹത്തിന്റെ മതത്തിന്റെ നേതാവായി ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിരുന്നുവെങ്കിൽ ശിഹാബ് തങ്ങൾ മാസം ഉറപ്പിക്കുമ്പോഴല്ലേ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ശിഹാബ് തങ്ങളുടെ മതപ്രസ്ഥാനത്തിലാണോ ഞങ്ങൾ ഉള്ളത്? അല്ലല്ലോ. എന്നാലും ശിഹാബ് തങ്ങൾ എന്ന രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. മുജാഹിദുകളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഷ്ട്രീയ നേതാവ് നിലക്ക് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇത് കേരളം കത്തുന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയായിട്ടുണ്ടെന്ന് മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൗഹൃദ വേദി ശരീഅത്ത് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്നിച്ചിരുന്ന്, അതേപോലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് സഹകരിച്ചിട്ടുണ്ട്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാന്തപുര വിഭാഗം കാണിക്കുന്നത് കപട സ്നേഹമാണ്. മുണ്ടേരി മുട്ടയിൽ വന്ന് ഒട്ടേറെ പ്രഭാഷണങ്ങളിൽ ശിഹാബ് തങ്ങളെ വലുതാക്കി കാണിക്കുകയും മുജാഹിദുകളിൽ എഴുത്തുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊയ്ത്തുംകടവിൽ വെച്ച്, തളിപ്പറമ്പിൽ വെച്ച്, പല പ്രദേശങ്ങളിൽ വെച്ച്, തക്കാളിപ്പീടികയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല വളരെ കൃത്യമായി സുന്നി വേദിയിൽ 1993 ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞത് പാണക്കാടൻ കള്ളനബിയുടെ അനുയായിയാണ് എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങൾ പോലും പറയാത്ത കാര്യമാണ്. മാത്രമല്ല ഔദ്യോഗിക സംസ്ഥ ഇറക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി നിങ്ങൾ കണ്ടാൽ കാന്തപുരം വിഭാഗത്തിന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാർത്തകൾ പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയത് നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ നൂരിയെന്നും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിക്കും. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാൽസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന് പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം ഉറക്കുമെന്ന് കരുതിയോ?
ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നിവേലി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ അസൂയാക്കിയാണ് കാരന്തോഴികളെ. നിങ്ങൾ ഓർക്കുക, വിചാരണക്കൊരു ദിനം വരാനുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, എന്തിനാണ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന ഇവരുടെ യഥാർത്ഥ അവസ്ഥയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇനിയോ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒരു ഉദാഹരണം പറയട്ടെ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിലമ്പൂർ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മരത്തടി കൊണ്ടുപോകുന്നത് പോലെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. കാരണം മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലാറില്ല. കാരണം റസൂലുള്ള പഠിപ്പിച്ചത്, സ്വഹാബത്ത് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന് പറയുന്ന കാസിമി പോലും സ്വഹാബത്ത് ചെയ്തത് അങ്ങനെയാണെന്ന് പറയുന്ന രംഗം നിങ്ങളൊന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാം. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫ്. ഇതാണ് ഏറ്റവും, ഇതിൽ തർക്കവും ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫുസ്സാലിഹീങ്ങൾ സ്വഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത്. ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോലെ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാനും കരഞ്ഞിട്ട് വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇസ്ര 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. അതേപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ഇവരുടെ പ്രസംഗകൻ പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ, അത് എന്താണ്? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ള പറയാലോ. ഇപ്പൊ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാതെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ. എന്തായാലും സ്വലാത്ത് എന്ന കാര്യം തർക്കല്ല. അപ്പൊ ഏൽപ്പിക്കാതെ 3 നമ്മളാൾക്കാർ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ലാം. പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരന്റെ മുമ്പ് സ്വലാത്തില്ല, ശേഷം സ്വലാത്തില്ല. അത് 2ഉം ചെല്ലാം, 3ഉം ചെല്ലാം, 5ഉം ചെല്ലാം, 10ഉം ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദാത്തായി ഒരു ഇസ്ലാമിക മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകാരപ്പെട്ടിട്ട് ഈ CD ചിന്തിക്കണേ, കൂടുതൽ ചിന്തിക്കണേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിരന്തരമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കണമേ എന്ന് കൊയ്ത്തുംകടവിലുള്ള, മുണ്ടേരിമുട്ടയിലുള്ള, തക്കാളിക്കീടിയിലുള്ള, കീരിയോട്ടുള്ള, തളിപ്പറമ്പിലുള്ള ഈ ജില്ലയിലും പരിസര ജില്ലകളിലുമുള്ള എല്ലാവരോടുമുള്ള ഗൾഫിലുള്ള സുഹൃത്തുക്കളോടടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പഠിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് അതാ ഈ സംരംഭത്തിന്റെ ആത്മാർത്ഥത നീ മനസ്സിലാക്കണമേ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ.